മദ്യനയ കേസിൽ അറസ്റ്റിലായ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ 10 ദിവസത്തെ കസ്റ്റഡിയിൽ വിടണമെന്ന് ആവശ്യപ്പെട്ട് ഇഡി ഡൽഹി റോസ് അവന്യൂ കോടതിയിൽ വാദം തുടരുകയാണ്. അതിനിടെ ഇഡിയുടെ അറസ്റ്റിനെ ചോദ്യം ചെയ്ത് കെജ്രിവാൾ സുപ്രീം കോടതിയിൽ നൽകിയ ഹർജി പിൻവലിച്ചു. ഇഡി കസ്റ്റഡി അപേക്ഷ നൽകുകയും നേരത്തെ അറസ്റ്റിലായ കെ കവിതയുടെ ഹർജി സുപ്രീം കോടതി പരിഗണിക്കാതിരിക്കുകയും ചെയ്തതിന്റെ പശ്ചാത്തലത്തിലാണ് ഹർജി പിൻവലിച്ചത്. അർജുൻ ഡൽഹിയിൽ നിന്നും ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകാൻ ചേരുന്നുണ്ട്. അർജുൻ, കോടതി നടപടികൾ പുരോഗമിക്കുകയാണല്ലോ. പ്രധാനപ്പെട്ട സൂത്രധാരകനാണ് കെജ്രിവാൾ എന്നാണ് മദ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ട് ഇഡി കോടതിയെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എപ്പോൾ ഒരു തീരുമാനം കോടതിയിൽ നിന്നും പ്രതീക്ഷിക്കാം അർജുൻ? പ്രജീഷ്, ഇപ്പോൾ വാദം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇഡിയുടെ വാദമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് കൃത്യമായിട്ട് പറഞ്ഞാൽ ഈ കിങ് പിൻ, ഡൽഹി മദ്യനയ അഴിമതി കേസിലെ കിങ് പിനാണ് ഈ അരവിന്ദ് കെജ്രിവാൾ, ഡൽഹി മുഖ്യമന്ത്രി എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ഇഡി കോടതിയെ ബോധിപ്പിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ നിമിഷങ്ങൾക്കകം തന്നെ എത്ര ദിവസത്തെ ഇഡി കസ്റ്റഡിയിലായിരിക്കും വിടുക എന്നുള്ള കാര്യത്തിൽ ഒരു ധാരണ അല്ലെങ്കിൽ ഒരു ഉത്തരവുണ്ടാകുമെന്നുള്ള കാര്യം വ്യക്തമാണ്. നിലവിൽ 10 ദിവസത്തെ കസ്റ്റഡി ആവശ്യമാണ് ഇഡി ആവശ്യപ്പെട്ടിരിക്കുന്നത്. പ്രധാനമായിട്ടുള്ള ചില കാര്യങ്ങൾ വാദത്തിലൂടെ ഇഡി ഉന്നയിക്കുന്നത് ഇത് വെറും ഒരു ചുരുങ്ങിയ ഒരു 100 കോടി രൂപയുടെ ഒരു ഇടപാടല്ല, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു കള്ളപ്പണ ഇടപാടല്ല, മറിച്ച് വലിയൊരു ഹവാല ഇടപാട് തന്നെയാണ് നടന്നിരിക്കുന്നത്. അതിൽ കൃത്യമായിട്ടുള്ള തെളിവുകൾ ഉണ്ട് എന്നുള്ള കാര്യം കോടതിയിൽ ഇഡി അസിസ്റ്റന്റ് സോളിസിറ്റർ ജനറൽ അറിയിച്ചിരിക്കുന്നു എന്നുള്ള കാര്യമാണ്. അത് തെളിയിക്കുന്ന രീതിയിൽ വാട്സാപ്പ് ചാറ്റുകളും വീഡിയോ റെക്കോർഡിങ്ങുകളും ഉണ്ട് എന്നുള്ള കാര്യം അറിയിച്ചിരിക്കുന്നു. ഒപ്പം തന്നെ കേസിൽ മാപ്പുസാക്ഷിയായ, നേരത്തെ പ്രതിയായിരുന്നു, മാപ്പുസാക്ഷിയായിട്ടുള്ള ശരത് റെഡ്ഡിയുടെ മൊഴി കൂടി വായിച്ചുകൊണ്ടാണ് നിലവിൽ ഇഡിക്ക് വേണ്ടി ഹാജരായിട്ടുള്ള അസിസ്റ്റന്റ് സോളിസിറ്റർ ജനറൽ വാദിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് മുൻപ് പല തവണയായി ഈ വെൻഡേഴ്സിന്റെ, അതായത് ഈ സൗത്ത് ഗ്രൂപ്പ് എന്നറിയപ്പെടുന്ന മദ്യ കമ്പനികളിൽ നിന്നും ആം ആദ്മി പാർട്ടിക്ക് നേതാക്കൾക്ക് പണം ലഭിച്ചിരുന്നു. അത് പലതും ഭാഗികമായിട്ടാണ് ലഭിച്ചത്. അതിൽ ഏറിയ പങ്കും ഭൂരിഭാഗവും നേരിട്ട് അരവിന്ദ് കെജ്രിവാളിന് തന്നെയാണ് ലഭിച്ചത് എന്നുള്ള കാര്യം കൂടി അറിയിക്കുന്നുണ്ട്. 45 കോടി രൂപ, ഇതിൽ 45 കോടി രൂപയാണ് ഗോവയിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിന് വേണ്ടി ആം ആദ്മി പാർട്ടി ഉപയോഗിച്ചത് എന്നുള്ള കാര്യം കൂടി ഇഡി കോടതിയിൽ അറിയിച്ചിരിക്കുന്നു. അതായത് അരവിന്ദ് കെജ്രിവാൾ തന്നെയാണ് ഈ കേസിലെ കിങ് പിൻ. മാത്രമല്ല, കേസിൽ നേരത്തെ അറസ്റ്റിലായിട്ടുള്ള വിജയ് നായർ എന്ന് പറയുന്ന വ്യക്തി മലയാളിയാണ്. അദ്ദേഹം ഈ കേസിൽ ഒരു ഇടനിലക്കാരനായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അതായത് ഈ സൗത്ത് ഗ്രൂപ്പിന്റെയും ആം ആദ്മി പാർട്ടിയുടെയും ഇടയിലുള്ള ഒരു വ്യക്തി, ഒരു ഇടനിലക്കാരനായി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. നേരിട്ട് അരവിന്ദ് കെജ്രിവാളിന് തന്നെയാണ് അദ്ദേഹം റിപ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ അടക്കമാണ് ഇപ്പോൾ ഇഡി കോടതിയിൽ അറിയിച്ചിരിക്കുന്നത്. 10 ദിവസത്തെ ഈ കസ്റ്റഡി കാലാവധിയാണ് നിലവിൽ അരവിന്ദ് കെജ്രിവാളിനെതിരെ ഇഡി കോടതിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. വൈകാതെ തന്നെ അതിലൊരു ഉത്തരവുണ്ടാകും. എത്ര ദിവസത്തെ കസ്റ്റഡിയിലായിരിക്കും വിടുക എന്നുള്ള കാര്യം തന്നെയാണ് ഇനി അറിയാനുള്ളത്. പ്രധാനമായിട്ടും ഇതിലെ ഒരു തലച്ചോർ എന്ന് പറയുന്നത്, ഈ ഡൽഹി മദ്യനയ അഴിമതി കേസ് രൂപീകരിക്കാൻ തന്നെ അതിന്റെ പിന്നിലുള്ള തലച്ചോറായി പ്രവർത്തിച്ചത് പോലും അരവിന്ദ് കെജ്രിവാൾ ആണ് എന്നുള്ള കാര്യം ഇഡി കോടതിയിൽ അറിയിച്ചിരിക്കുന്നു. മാത്രമല്ല, മനീഷ് സിസോദിയുമായി പലവട്ടം കൂടിക്കാഴ്ചകൾ നടത്തി ഡൽഹി മുഖ്യമന്ത്രി. ഒപ്പം ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുള്ള പല മദ്യ കമ്പനികളുമായിട്ട് നേരിട്ട് വീഡിയോ കോൾ വഴി ഉൾപ്പെടെ അരവിന്ദ് കെജ്രിവാൾ ബന്ധം സ്ഥാപിച്ചിരുന്നു, പലതവണ സംസാരിച്ചിരുന്നു എന്നുള്ള കാര്യം കൂടി ഇഡി കോടതിയിൽ അറിയിച്ചിരിക്കുന്നു. അതായത് വ്യക്തമായിട്ടുള്ള തെളിവുകൾ അവരുടെ കയ്യിലുണ്ട്. ഇഡി ഈ അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി, മാത്രമല്ല എല്ലാ പ്രൊസീജിയേഴ്സും കൂടി, എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ട് തന്നെയാണ് അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ് പൂർത്തിയാക്കിയിരിക്കുന്നത്. 24 മണിക്കൂറിനകം തന്നെ, ഇന്നലെ രാത്രി 9 മണിക്കായിരുന്നു അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് റെക്കോർഡ് ചെയ്തത്. ഓഡിയോ റെക്കോർഡുകൾ അല്ലെങ്കിൽ ഇതിന്റെ ഈ സാങ്കേതിക തെളിവുകളൊക്കെ തന്നെ എന്തായാലും കോടതിയെ ബോധ്യപ്പെടുത്താൻ പോകുമ്പോൾ ഇഡിയുടെ അഭിഭാഷകൻ ഇതൊക്കെ നിരത്തുമ്പോൾ മറുഭാഗത്ത് നിന്നും എന്തൊക്കെ പ്രതിരോധങ്ങൾ അല്ലെങ്കിൽ കോടതിക്ക് മുൻപാകെ വരുന്നുണ്ട്? നേരത്തെ സുപ്രീം കോടതിയെ സമീപിച്ചു, പിന്നീട് അത് പിൻവലിച്ചു ആ ഹർജി. അപ്പോൾ ഒരു തിരിച്ചടി എന്തായാലും ഈ ഹർജിയുമായി ബന്ധപ്പെട്ടും ഈ കോടതി നടപടിയുമായി ബന്ധപ്പെട്ടൊക്കെ മുന്നിൽ കാണുന്നുണ്ടോ? അരവിന്ദ് കെജ്രിവാളുമായി ബന്ധപ്പെട്ട് ആപ്പിൻ്റെ അഭിഭാഷകരൊക്കെയും എന്താണ് അന്വേഷണ ഏജൻസിയുടെ മറ്റ് ഇനിയുള്ള നടപടിക്രമങ്ങൾ? ഉണ്ടെന്നുള്ള കാരണം, അതായത് അരവിന്ദ് കെജ്രിവാളും ആം ആദ്മി പാർട്ടിയും തിരിച്ചടി പ്രതീക്ഷിക്കുന്നുണ്ട്.
കസ്റ്റഡിയിൽ വിടാനുള്ള ഒരു സാധ്യത തന്നെയാണ് മുന്നിൽ കാണുന്നത് എന്നുള്ള കാര്യം വ്യക്തമാണ്. 10 ദിവസത്തെ കാലാവധി നിലവിൽ അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു. എത്ര ദിവസം ലഭിക്കുമെന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ ഒരു വ്യക്തത ഉണ്ടായിട്ടില്ല. ഉടൻ തന്നെ ഉത്തരവ് വരും. അതിനുശേഷം വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യൽ ED ആസ്ഥാനത്ത് വെച്ച് നടത്താനാണ്. അതിൽ മറ്റ് പ്രതികളുമായി ഇന്ന് രാവിലെ മുതൽ കെ കവിതയുമായി ഒന്നിച്ചിരുത്തിക്കൊണ്ട് ചോദ്യം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കേസിൽ മുന്നേ അറസ്റ്റിലായിട്ടുള്ള മനീഷ് സിസോദിയ, സഞ്ജയ് സിംഗ് ഉൾപ്പെടെയുള്ളവരുമായി ഒന്നിച്ചിരുത്തിക്കൊണ്ട് ചോദ്യം ചെയ്യലിന് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് നടപടികളിലേക്ക് കടക്കുമെന്നുള്ള കാര്യം ED വ്യക്തമാക്കുന്നുണ്ട്. അതായത് ഈ കേസിലെ കിങ് പിൻ ആണ് അരവിന്ദ് കെജ്രിവാൾ എന്ന് പറയുന്ന സമയത്ത് അതിനോടൊപ്പം അതിനപ്പുറത്തേക്ക് ആർക്കൊക്കെ പങ്കുണ്ട്, ഏതൊക്കെ കമ്പനികൾക്ക്, ഏതൊക്കെ മദ്യ കമ്പനികൾക്ക്, ലിക്കർ കമ്പനികൾക്ക് ഇതിന് പിന്നിൽ പങ്കുണ്ട്, ഹവാല ഇടപാട് ഏത് രീതിയിലൊക്കെ നടന്നു, ആർക്കൊക്കെ എത്രയൊക്കെ പണം കൈമാറിയിട്ടുണ്ട്. ഈ പണം 45 കോടി രൂപയാണ് ഗോവയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടി വിനിയോഗിച്ചത് എന്നുള്ള കാര്യം ED കോടതിയിൽ ബോധിപ്പിച്ചിരിക്കുന്നു. മറ്റ് ബാക്കിയുള്ള പണം എങ്ങനെ വിനിയോഗിച്ചു, അത് ഏത് രീതിയിലൊക്കെയാണ് പങ്കിട്ടത് എന്നുള്ള കാര്യം കൂടിയുണ്ട്. മാത്രമല്ല ഈ സൗത്ത് ഗ്രൂപ്പിനെ അറിയിച്ചത് 100 കോടി രൂപയാണ് പാർട്ടിയുടെ ആവശ്യങ്ങൾക്കായി അരവിന്ദ് കെജ്രിവാൾ ആവശ്യപ്പെട്ടത് എന്നുള്ള കാര്യം കോടതിയിൽ ED ബോധിപ്പിച്ചിട്ടുണ്ട്. ഈ 100 കോടി രൂപ നൽകിയാൽ ഈ കമ്പനികൾക്ക്, സൗത്ത് ഗ്രൂപ്പ് എന്ന് അറിയപ്പെടുന്ന കമ്പനികൾക്ക് 600 കോടിയിലധികം ലാഭം ഉണ്ടാക്കാൻ കഴിയും. അല്ലെങ്കിൽ കമ്പനികൾ 600 കോടി രൂപയിൽ അധികം വലിയ രീതിയിൽ ഒരു കൊള്ള ലാഭം ഉണ്ടാക്കി എന്നുള്ള കാര്യം കൂടി ഇതിനോടകം തന്നെ ED കോടതിയിൽ അറിയിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ പണം ഏതൊക്കെ രീതിയിൽ വിനിയോഗിച്ചു, മറ്റ് ബന്ധപ്പെട്ടിട്ടുള്ള മറ്റ് പ്രതികൾ ആരാണ്, ഇതിൽ ആർക്കൊക്കെ കൂടുതൽ പങ്കുണ്ട് എന്നുള്ള കാര്യം കൂടി വിശദമായിട്ട് അരവിന്ദ് കെജ്രിവാളിനെ ചോദ്യം ചെയ്തുകൊണ്ട് അതിൽ നിന്ന് മനസ്സിലാക്കാനും കൂടുതൽ നടപടികളിലേക്ക് കടക്കാൻ വേണ്ടിയിട്ടുമാണ് ഇപ്പോൾ ED തീരുമാനിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ആ തരത്തിലാണ് EDയുടെ നീക്കം.